അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റസീം കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നത് ഒരു പ്രധാന കാര്യം പറയാനാണ്. ഇതാ എൻ്റെ പാത്രം കണ്ട, നല്ല വെട്ടി തിളങ്ങുന്ന സ്റ്റീൽ പാത്രങ്ങളെ കണ്ടില്ലേ? ഇതാണ് ഇത് കുറച്ച് സമയം മുമ്പേ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഇതാണ് ഇതിലും മോശമായ അവസ്ഥയായിരുന്നു. ഞാൻ കുറച്ച് കഴുകിയതിന് ശേഷമാണ് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ തോന്നിയത്. ഈ അവസ്ഥയാണ് എൻ്റെ പാത്രത്തിന് കാരണം ഈ പാത്രം ഇങ്ങനെ ആവാനുള്ള മെയിൻ കാരണം നമ്മളെ വില്ലനാണ്. ഒരു സാധനം നമ്മൾ കുറേ ദിവസം വെച്ചാൽ നമ്മളെ പാത്രം ഇങ്ങനെ ആയിക്കിട്ടും. ഈ നല്ലെണ്ണ, പാം ഓയിൽ, ഇങ്ങനത്തെ സംഗതിയെല്ലാം വെച്ചാൽ ഒരു പാത്രത്തിൽ കുറേ ദിവസം നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചാൽ ഈ അവസ്ഥയാവും. അതിന് രക്ഷപ്പെടാൻ നമ്മളെ താരം ഇതാണ് നമ്മുടെ താരം. അങ്ങനത്തെ അവസ്ഥയും രക്ഷപ്പെടാൻ നമ്മളെ ഈ താരം ഇതെന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇതാണ് നമ്മളെ തേങ്ങാപ്പിണ്ണാക്ക്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു തരട്ടെ. ഇതാണ് എൻ്റെ പാത്രം. ഞാൻ ആദ്യം കുറച്ച് കഴുകി കുറച്ച് ഞാൻ ഇതായതിന് ശേഷം എനിക്കൊന്നും ക്ലീൻ ആകുന്നില്ല. പെട്ടെന്ന് എനിക്ക് ഈ താരത്ത് ഓർമ്മ വന്നേ. ഇത് പിണ്ണാക്കാണ്. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഈ പാത്രത്തിലേക്ക് കുറച്ച് പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം വെള്ളം ചേർക്കാതെ നമ്മൾ ഈ പിണ്ണാക്ക് കൊണ്ട് മൊത്തം ഉള്ളിലും പുറമേയും മൊത്തം ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തുടച്ചെടുക്കണം. എന്നിട്ട് നല്ലോണം ഒരു പ്രാവശ്യം ആയില്ലെങ്കിൽ പിന്നെയും പിണ്ണാക്ക് എടുത്തിട്ട് അങ്ങനെ തന്നെ തുടക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ സ്റ്റിക്കി ഒന്ന് മാറിക്കിട്ടണം. ഭയങ്കര ഒട്ടൽ നമുക്ക് പിടിക്കാൻ പറ്റും. വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ഈ പാം ഓയിലിൻ്റെയും ഈ നല്ലെണ്ണയെല്ലാം കുറേ ദിവസം പഴകിയാലുള്ള ഒരു വല്ലാത്തൊരു സ്റ്റിക്കി. അല്ലാതെ തന്നെ അത് ഒരു സ്റ്റിക്കി പോലെയല്ലേ, വെളിച്ചെണ്ണ പോലെയല്ലല്ലോ. അപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ ഭയങ്കരമാണ്. അപ്പോൾ അങ്ങനെ ഈ പാത്രത്തിൽ ഞാൻ കുറേ പാത്രങ്ങൾ മാറ്റി വെച്ച സമയത്ത് അതിൻ്റെ ഇടയിൽ പെട്ടുപോയത് ഒരു ശരിക്കും പറയാമെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ ഇത് 2 വർഷത്തിൻ്റെ മേലെയായി ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇതങ്ങനെ യൂസ് ചെയ്യാത്ത പാത്രമായിരുന്നല്ലോ. അപ്പം ഞാനിപ്പോൾ ഈ പാത്രം ഒന്ന് എടുത്ത് നോക്കിയതാണ്. പഴയ പാത്രത്തിൻ്റെ കൂടെ വെച്ചതായിരുന്നു. അപ്പോൾ ആണ് ഇങ്ങനെ കണ്ടത്. നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ മറന്നുപോയി. അപ്പോൾ ഞാനിതാ നല്ലവണ്ണം അതിന് ശേഷം ഒരു ഡിഷ് വാഷോ നമ്മളെ ലിക്വിഡോ അതെടുത്തിട്ട് സ്ക്രബ്ബർ കൊണ്ടോ നമ്മളെ ഒരു സ്റ്റീൽ ബോൾ കൊണ്ടോ നല്ലോണം ഉരസി അതിൻ്റെ കറുത്ത പാടുകൾ നമുക്ക് മാറിക്കിട്ടും. ആദ്യം ഇതിൻ്റെ സ്റ്റിക്കി ഈ ഒട്ടുന്ന അവസ്ഥ മാറിക്കിട്ടണമെങ്കിൽ നമ്മൾ പിണ്ണാക്ക് തന്നെ ഇടണം. എങ്കിലാണ് അതിൻ്റെ ഒട്ടുന്ന അവസ്ഥ മാറുള്ളൂ. എന്നിട്ട് നല്ലവണ്ണം ഞാൻ ചെയ്തു. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മഴ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അടിപൊളി മഴയാണ്. നല്ല മുറ്റത് ഷീറ്റായതുകൊണ്ട് ഭയങ്കര സൗണ്ട് അവിടെ. അപ്പോൾ ഞാൻ നല്ല ധൃതിയായിട്ട് ഈ പാത്രം ഇങ്ങനെ തേച്ച് കഴുകുന്നുണ്ട്. എന്നാലും നല്ല സമാധാനമാണ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി. റബ്ബേ, ഇതെങ്ങനെയുണ്ട് ഇത്രയും നല്ല പാത്രം? ഞാൻ പായസം മാത്രം വാങ്ങാൻ ഉപയോഗിക്കുന്ന പാത്രം. അപ്പോൾ ഇങ്ങനെ ഒരു അടപ്പും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതിലേക്ക് ഈ എണ്ണ ഇട്ട് സൂക്ഷിച്ച് വെക്കാം. ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ ചൊല്ലി പാത്രം 2-3 ഞാൻ അതിലേക്ക് ഇട്ട് വെച്ചതായിരുന്നു. പക്ഷേ ഉള്ളോട്ടായിട്ട് എന്നോട് ഇത് 2-3 പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ മാറ്റി വെച്ചാൽ ഇത് സാധനമല്ലേ, അവിടെ ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ ഞാൻ മാറ്റി. പിന്നെ അങ്ങ് വിട്ടുപോയി. പിന്നെ ഞാനിപ്പോൾ അതൊന്ന് നോക്കട്ടെ എന്തായാലും ചൊല്ലി എടുത്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയായത്. ഞാൻ പറഞ്ഞില്ലേ, പായസം മാത്രം വാങ്ങുന്ന പാത്രം ഇങ്ങനെ ആയപ്പോൾ നമ്മൾ കൂച്ചാന്നല്ലേ പറയും, സ്റ്റീൽ കൂച്ചാണ് അങ്ങനെ എന്തോന്ന്. ഇതിൻ്റെ പേരൊന്ന് അറിയുന്നല്ലോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ തൂക്കുപാത്രമാണ് എങ്ങനെയെല്ലാം പറയൂലേ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ പോയാൽ വാങ്ങിയ പാത്രമാണിത്. അപ്പോൾ നല്ലവണ്ണം ഞാനിത് തേക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കിയൊക്കെ മാറിക്കിട്ടേട്ടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ എണ്ണ കുറച്ച് ദിവസം വെച്ച് അവിടെ ഒരു കറുത്ത കുത്ത് വരൂലേ, അപ്പോൾ അതുപോലെ ഉണ്ടായിരുന്നു. ഒരു മഞ്ഞയും കറുപ്പും പോലത്തെ കുത്ത്, അതൊന്ന് തേച്ചെടുക്കുകയാണ് ഞാൻ. അപ്പോൾ എൻ്റെ പാത്രം ഏകദേശം നല്ലവണ്ണം വൃത്തിയായി വന്നിട്ടുണ്ട്. തിളങ്ങുന്നുണ്ട് എൻ്റെ പാത്രം. അപ്പോൾ അതിൻ്റെ കൈമേൽ ഒട്ടൽ ഇപ്പം പോയിട്ടില്ല. പാത്രം ക്ലീനായി. കൈൻ്റെ ഒട്ടൽ അവിടെ തന്നെ കിടക്കുന്നത്. അതൊക്കെ സാവധാനം പോയിക്കോളൂ. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു പാത്രമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഉരുളി പോലത്തെ പാത്രം വെച്ചിട്ട് അതിലാണ് ഞാൻ ഈ നല്ലെണ്ണ ഇട്ട് വെച്ചത്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ അതും ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, രണ്ടും ഞാൻ ക്ലീൻ ചെയ്യാൻ എടുത്തതായിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ മൊത്തം കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കാം. അതെല്ലാം ഞാൻ വേസ്റ്റിൽ ഇട്ട് പോയി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ
കണ്ട നല്ലവണ്ണം ഇത് വൃത്തിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയി കിട്ടും ഞാൻ ഒരിക്കലും ആയി കിട്ടും, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട, പക്ഷേ ഇത്ര പെട്ടെന്ന് വൃത്തിയാവുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. കാരണം പെട്ടെന്നാണ് എൻ്റെ പിണ്ണാക്കിന് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഓടിപ്പോയി ഞാൻ പിണ്ണാക്കെടുത്ത് അത് ചെയ്ത്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വിഷമത്തിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ മെയിനായ കാര്യങ്ങൾ ഓർമ്മ കിട്ടൂലല്ലോ. പെട്ടെന്ന് എന്താണെന്നറിയില്ല, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതിന് ഓടിപ്പോയി പിണ്ണാക്കെടുത്ത് കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ പാത്രം പഴയ രൂപത്തിൽ എനിക്ക് കിട്ടി. ഭയങ്കര സങ്കടമായിപ്പോയി. ഉപയോഗിക്കാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ തൂക്ക് പാത്രം ഇങ്ങനെ അടച്ചു വെക്കുന്നെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പാത്രം. അപ്പോൾ എൻ്റെ പാത്രം എനിക്ക് തിരിച്ച് കിട്ടി. ഇനിയിപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉരുളി എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നതെന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. എൻ്റെ ക്യാമറ കുറച്ച് അങ്ങോട്ടായിപ്പോയത് കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ക്ലിയറായി കാണുന്നുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും ഞാൻ എടുത്തു പോയതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഇത് ക്ലീൻ ആയി കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഉരുളി എടുക്കാം. ഇതാണ് ഉരുളി. ഈ ഉരുളിയാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ അത് ഇട്ടിട്ടാണ് ഞാൻ ആ സാധനം സൂക്ഷിച്ച് വെച്ചത്. അപ്പോൾ കണ്ട, ഇതും അങ്ങനെ തന്നെ ഭയങ്കര ഒട്ടലാണ്. ഇനി ഇതും ഞാനൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ ആദ്യം വെള്ളം ഇല്ലാണ്ട് ഞാൻ ഇതും പറഞ്ഞില്ല, ആദ്യം ഒന്ന് എന്നോട് കഴുകിപ്പോയതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത്. കഴുകിയിട്ട് എനിക്ക് പോകുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ പിണ്ണാക്കെടുത്തത്. അപ്പോൾ വെച്ച് വീഡിയോ എന്ന് വിചാരിച്ചത്. ഇതാ പിണ്ണാക്കെടുത്തിട്ടായി ഈ ഉരുളിയിൽ ഞാൻ നല്ലോണം വെള്ളം ചേർക്കാതെ തന്നെ വെള്ളം ചേർത്താൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ചേർക്കാതെ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് ചുറ്റും പുറമേ ഉള്ളൂ എല്ലാം നല്ലവണ്ണം ഉരസി കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മളത് പഴയതുപോലെ തന്നെ ഡിഷ് വാഷോ സ്ക്രബ്ബറിൽ അല്ലെ ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും സ്ക്രബ്ബറിലോ സ്റ്റീൽ ബോളോ ആക്കിയിട്ട് നല്ലോണം തേച്ചെടുക്കുക. അപ്പോൾ നല്ല ക്ലീനായി കിട്ടും. ഇങ്ങനെ എൻ്റെ ഉരുളിയെ ഞാൻ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അത് നല്ലോണം നമ്മൾ ഈ പിണ്ണാക്കിട്ട് നല്ലോണം ഇങ്ങനെ ഉരസുമ്പോൾ തന്നെ അതിൻ്റെ എണ്ണമയം ആ പറ്റലിനും അത് ഈ പിണ്ണാക്കിൻ്റെ കൂടെ തന്നെ ഇങ്ങ് പോരും. അപ്പോൾ അതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ നല്ലവണ്ണം തേച്ച് വൃത്തിയാക്കി എടുത്താൽ മതി. സാധാരണ നമ്മൾ തേക്കും നമ്മൾ വൃത്തിയാകും, പക്ഷേ ഈ ഒട്ടൽ മാറിക്കിട്ടില്ല. ഭയങ്കര ഞാൻ പറഞ്ഞില്ല, കുറച്ച് ദിവസം മുമ്പേ ഞാനിങ്ങനെ കുക്കറിൽ ബീഫിൻ്റെ നെയ്യെല്ലാം ഇട്ടിട്ടൊന്ന് വേവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ച് എല്ലാം അതിൻ്റെ ബീഫെല്ലാം ഊറ്റിയടിച്ച ശേഷം അതിൻ്റെ വെള്ളം മറിക്കുമല്ലോ, ഞാൻ വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ആ വെള്ളം ഞാൻ എണ്ണ അധികമായിട്ട് ഞാൻ മറിച്ച സമയത്ത് പടച്ചോനെ എൻ്റെ സിങ്കിലും എൻ്റെ ഞാൻ ആ കുക്കർ ഒഴിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിലാണ് ഞാൻ ഒഴിച്ചത്. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിൽ നിന്ന് ഒരു രീതിയിലും ഇതിൻ്റെ എണ്ണമയം പോകുന്നില്ല. അപ്പോൾ ഞാനെന്താ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു എന്നിട്ട് ആ സിങ്കിലുമായി സ്ക്രബ്ബറിലായി എൻ്റെ കൈമലായി. പിന്നെ ഞാനെന്താ വേഗം പിണ്ണാക്കൊണ്ട് അത് മാറ്റിയെടുത്തു. പിന്നെ ഇതാണ് എൻ്റെ ഒരു എണ്ണപ്പാത്രം. ഈ എണ്ണപ്പാത്രം നമ്മൾ ഇപ്പോൾ ഞാൻ ചെറുതാണ് കാണിക്കുന്നത്. ഞാൻ ഒരാഴ്ച മുമ്പ് പെരുന്നാളുണ്ടെന്ന വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച പാത്രം ഇത്. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ ആവശ്യത്തിന് വേഗം പാത്രത്തിൽ നിന്ന് സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചതാണ്. അത് ക്ലീനാക്കുക, വെള്ളം തട്ടാതെ നമ്മൾ ക്ലീനാക്കുന്ന രീതിയാണ്. ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു പാത്രം വലിയ 5 ലിറ്റർ നമുക്ക് വാങ്ങണം, പെട്ടെന്ന് നമുക്ക് കടയിൽ പോകണം. ഇപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഉണക്കാൻ നേരെയില്ലാത്ത നമ്മൾ എന്ത് കാണിക്കും, സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ വലിയ കൈയിടാൻ പറ്റുന്ന പാത്രമാണെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് പിണ്ണാക്കിടുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് പിണ്ണാക്ക് എല്ലാ ഭാഗവും പിണ്ണാക്ക് പാത്രം തേക്കുന്നത് പോലെ തന്നെ നമ്മളെ കൈ കൊണ്ട് മൊത്തം പിണ്ണാക്കിൻ്റെ എല്ലാ വശവും ഇങ്ങനെ ഡസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ തുടച്ച് ഇങ്ങനെ മൊത്തം പുറകിലും ഉള്ളിലും സൈഡിലും എല്ലാം ആക്കി എടുക്കുക. നല്ല രീതിയിൽ വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അപ്പം തന്നെ അത് ശരിയായി കിട്ടും. അല്ലാണ്ട് നമ്മൾ ഇപ്പം എന്തായാലും കഴുകി നമ്മൾ ഉണക്കിയിട്ടില്ല വെളിച്ചെണ്ണ കൊണ്ടുപോകുമ്പോൾ പിന്നെ അത് നല്ലൊരു ഇറക്കി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു തുണി എടുത്തിട്ട് നല്ലവണ്ണം അതൊന്ന് തുടച്ചിട്ട് അതിൻ്റെ പിണ്ണാക്കെല്ലാം കളയുക. അങ്ങനെ നമ്മൾ പാത്രം ക്ലീനായി. പിന്നെ വെള്ളം തൊടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ പാത്രം കൂടെ കഴുകുമ്പോൾ അതിനൊരു കാറലൊന്നും പിടിക്കൂല. അല്ലെങ്കിൽ കാറിൽ പിടിച്ചതെന്ന് ക്ലീനാക്കുമ്പോൾ ഇങ്ങനെ ചെയ്താലും കാറിലൊട്ടും ഉണ്ടാവില്ല. നല്ല രീതിയിലാണ് കാറൽ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കാറൽ എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ
നമ്മൾ ഈ പാത്രം ക്ലീനാക്കി കിട്ടി. വളരെ പെട്ടെന്ന് ക്ലീനാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് പിണ്ണാക്കിനെ കൊണ്ട് ഈ എണ്ണമയമൊക്കെ പെട്ടെന്ന് പോയി 100% ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. ഇങ്ങനത്തെ സ്റ്റീൽ പാത്രങ്ങളിൽ, പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇങ്ങനെ എണ്ണ പിടിച്ചു പോയി നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള ഈ ബീഫിൻ്റെ എണ്ണ, പിന്നെ ഈ പാം ഓയിലിൻ്റെ, പിന്നെ നമ്മുടെ ഈ നല്ലെണ്ണ പോലത്തെ സാധനങ്ങളാണ് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ എന്ത് കാണിക്കുക, നമ്മൾ പെട്ടെന്ന് പിണ്ണാക്കെടുക്കുക, നല്ലവണ്ണം എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് കഴുകിയിട്ട് നമ്മൾ ഡിഷ് വാഷോ അങ്ങനെ സ്ക്രബ്ബറോ ഉണ്ടോ അങ്ങനെ ക്ലീനാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഇതെല്ലാവരും ഓർമ്മയിൽ വെക്കുക. നല്ലൊരു ടിപ്പാണിത്. നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ്. നമ്മൾ കൂടുതൽ അധ്വാനിക്കില്ല തന്നെ നമുക്ക് ഒരുപാട് പണിയുണ്ടാവും. അതിൻ്റെ കൂടെ ഇങ്ങനത്തെയും കൂടി വരുമ്പോൾ നമ്മൾ ശാരീരികമായും മാനസികമായും നമ്മൾ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്ന സമയമാണ് ഇങ്ങനെ ഫുള്ള് എണ്ണ പെരണ്ടാൽ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, പിണ്ണാക്കെടുക്കുക, ക്ലീനാക്കുക, നമ്മൾ രക്ഷപ്പെടുക. അതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഇതെൻ്റെ സിങ്കിലും കുറേ ആയിട്ടുണ്ട്. അത് ഞാൻ പിണ്ണാക്കൊണ്ട് മൊത്തം സിങ്ക് തേച്ച്, പിന്നെ ഞാൻ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് അവിടെ തേച്ച് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് പിന്തുടരുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ഐഡിയ ആണ് ഇത്. ആരും മറന്നു പോകണ്ട. നമ്മൾ വിചാരിക്കും പിണ്ണാക്കും കൂടിയാണ് ഇപ്പോൾ വീട്ടിൽ വാങ്ങി വെക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഒരു 50 രൂപേൻ്റെ ഉള്ളിൽ എന്തായാലും 1 കിലോ പിണ്ണാക്ക് കിട്ടും. നമ്മൾ 100 രൂപക്കൊക്കെ ഡിഷ് വാഷൊക്കെ വാങ്ങി വെക്കുന്നില്ലേ? ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു 50 രൂപ നമ്മൾ കണ്ണടച്ച് നിൽക്കല ഏറ്റവും നല്ലത്. കാരണം നല്ല കാര്യമാണ്. ഇങ്ങനത്തെ സാഹചര്യം പെട്ടെന്ന് തന്നെ നമ്മളെ സിങ്കായാലും പാത്രങ്ങളായാലും നമ്മളെ കൈയായാലും പിണ്ണാക്ക് കൊണ്ട് വൃത്തിയായി കിട്ടും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടിയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ കണ്ട, എൻ്റെ സിങ്ക് നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. അപ്പോൾ എണ്ണമയെല്ലാം പോയി കിട്ടിയില്ലേ? സത്യം പറയാമെന്ന് വെച്ചാൽ അത്രയും എണ്ണമയ ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫിൻ്റെ ഇതൊക്കെ ഒഴിച്ചാൽ നമുക്ക് മനസ്സിലാവും നല്ല സിങ്കിൽ നല്ലോണം എണ്ണൻ്റെ സ്റ്റിക്കി ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പിണ്ണാക്ക് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ താരമാണ് ഇന്ന് പിണ്ണാക്ക്. സത്യം പറയാമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലിപ്പോൾ താരം പിണ്ണാക്ക് തന്നെയാണ്. ഞാൻ ആദ്യം പിണ്ണാക്ക് കൊണ്ട് തേച്ചതിന് ശേഷം കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് ഞാൻ സിങ്ക് തേച്ച് കഴുകുകയാണ്. അപ്പോൾ എൻ്റെ സിങ്കും നല്ല രീതിയിൽ വൃത്തിയായി കിട്ടി. ഇനി എൻ്റെ പാത്രവും വൃത്തിയായി കിട്ടി. അപ്പം ഞാനിങ്ങനെ കഴുകി കുറച്ചാവുമ്പോൾ ഉള്ളിൽ ഫുള്ള് വൃത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എന്നെ കൂടെ കുറച്ച് അത് തൂത്ത് കളഞ്ഞു പോയി. ഞാൻ പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്ന വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലൻ. കുറച്ച് കാലം കഴിഞ്ഞ് ഇതൊരു വില്ലൻ തന്നെയാണ് കേട്ടോ പാത്രത്തിന്. പിന്നെ നമ്മളെ ഹീറോ എത്തിയിട്ട് എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ പാത്രം വെട്ടി തിളങ്ങുന്ന എൻ്റെ 3 പാത്രവും 2 വെള്ളം ഉപയോഗിച്ച് കഴുകിയത്, 1 വെള്ളം ഉപയോഗിക്കാണ്ട് കഴുകിയത്. 3നും ഒരു കുഴപ്പമില്ല, കഴുകിയതുപോലെ തന്നെ ഇല്ലേ? അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നമുക്ക് വെളിച്ചെണ്ണ വാങ്ങാൻ പോകണം, പാത്രം ക്ലീനാക്കാൻ പറ്റില്ല തോന്നി പെട്ടെന്ന് തന്നെ പിണ്ണാക്കെടുക്കുക, പിണ്ണാക്ക് കൊണ്ടൊന്ന് ക്ലീനാക്കുക, തുണി കൊണ്ട് തുടക്കുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ കടയിൽ പോയിട്ട് നമുക്ക് വെളിച്ചെണ്ണ വാങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു, ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.